സോളം വിളിച്ചാൻ പോയില്ലേ? ഇല്ല, പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം വിടേണ്ടതാ. ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും. എന്നിട്ട് എവിടെ കക്ഷി? ഉറക്കവാ, ഊണും കഴിഞ്ഞ് കിടന്നതാ. ഇതാ ഉറക്കമാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? നല്ല ഉറക്കം കിട്ടിയതാ. അപ്പോഴാ അപ്പുറത്ത് പടക്കം പൊട്ടാൻ തുടങ്ങിയത്. ഈ പെണ്ണ് ഒറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു... ഓ, അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നോ? ആ, അതാ പോവാഞ്ഞത്. ഓടാ, ഞാൻ ഒരു ചായ അടിച്ച് ഇതൊക്കെ മാറ്റിയിട്ടിങ്ങ് വരാം. സോഫിയ കയറോ, പോൾ പൈലോക്കാരൻ. യെസ്. എന്താ ഇത്? അവർ ഇന്റർവ്യൂ കാർഡ് അയച്ചു എന്നാണോ പറയുന്നത്? പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത്? രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ 14-ാം തീയതി കഴിഞ്ഞു. ഇന്നിപ്പോ തീയതി 27. ഇന്റർവ്യൂ 14-ായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി. അതിനുള്ള മറുപടി ഏത്? അവരെനിക്ക് കാർഡ് അയച്ചിരുന്നു. അതിവിടെ ആരും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആരാ അത് വാങ്ങിക്കുക? ഡാഡി അല്ലതാരാ? ഞാൻ ചോദിക്കാം. ഓ, ചോദിക്കുന്നു. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ. അതന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി വരട്ടെ, ഞാൻ ചോദിക്കാം. ഞാൻ എന്ന് ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടോണം, അത്രേ ഉള്ളൂ. മതിയാക്കിയില്ലേ? പോയോ? അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഏറ്, അതിങ്ങോട്ടും ഉണ്ടോ? ഏറും തൊഴിയൊന്നും ഇല്ല. അവള് സ്മൂത്ത് ആയിട്ടും കയറിപ്പോയി. ഇതങ്ങനത്തെ ഇനമാ. ഇളയതിന് പിന്നെ ഒരു അലുവൊക്കെ ഉണ്ട്. ഇന്ന് പോണില്ലല്ലോ? ഇല്ല, നാളെ ഉള്ളൂ. എന്താ വേലി, ഒരു റൗണ്ട് നോക്കുന്നോ? ഇല്ല. ഈ തടിയൊന്നും പറഞ്ഞു കിട്ടും. അവനോണ്ട് തടി കൂടാണ്ട് നോക്കിക്കൊണ്ടാ മതി. ഈ കൊച്ചിന് ചില നേരത്ത്
മമ്മ മമ്മ ഒരു കൈ നോക്കുന്നോ? വേണ്ട, ഇറങ്ങോ അമ്മ. ഇപ്പോഴേ കാലേ നീരാ. അതിന്റെ കൂടെ കിടന്ന് ചാടുകയും കൂടെ ചെയ്ത കേമോ ആയിരിക്കും. നീരങ്ങ് പോവും. എന്നെ കൊണ്ട് വയ്യ. ഈ 4 പേര് കളിക്കേണ്ട കോട്ട മാച്ച് അവിടെ കിടപ്പുണ്ട്. 2 പേരും ഓരോന്ന് എടുത്തിട്ട് ഇറങ്ങിയാ മതി. ഒന്ന് വാന്നേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൂടെ? രണ്ടും നല്ല അസല പ്ലേയേഴ്സാ. റിയലി? ആ ആന്റണിയൊക്കെ അവര് പറപ്പിക്കും. എന്നെ പറപ്പിക്കും. പിന്നെ ഇല്ല, കണ്ടിട്ടുള്ളതാണല്ലോ. വാ ചേച്ചി, പ്ലീസ്. എലിസബത്ത് എന്നല്ലേ പേര്? ഐ എം സോളമൻ മത്തായി. ഹലോ സോഫിയ, കരുതി നിന്നോണം. സകല ഫോളും ഉണ്ട് ഈ സോളമച്ചാന്റെ കയ്യില്. പോടാ. മതി കളിച്ചത്. വരുന്നില്ലേ ഈ ഡാഡി? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ അവിടെ വെച്ചേ. എന്നാ ഇത് സോഫിയെ കൊള്ളല്ലേ? അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു. ഏത് കാർഡ്? അവര് സോഫിയ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ട് അയച്ച കാർഡ്. ആ ഏതാണ്ടെന്ന് കണ്ട്. എന്നിട്ടുണ്ട് അവളെ അത് കാണിക്കാഞ്ഞത്. കാണിച്ചാ ഉടനെ പിന്നെ അതിന് പോണെന്ന് പറഞ്ഞു തുടങ്ങും. കൊണ്ടുപോകണം. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അങ്ങ് കൊണ്ടുവന്നാ മതി, ഉടനെ എടുക്കും. അത് പോയാലല്ലേ അറിയാൻ പറ്റൂ. കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ, എടുക്കുകയും ചെയ്തല്ലോ. ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി എല്ലാരെയും ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിനും അങ്ങ് സെലക്ട് ചെയ്യുക. അങ്ങനെയാണോ പതിവ്? ആ കള ഏതാണ്ട് ഡേറ്റ് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം. അവളൊന്ന് ഒരുപാട് കരഞ്ഞു. എന്തിനാ? നിന്നെ കളക്ടർ ഉദ്യോഗം പറ്റണോ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ? അറ്റൻഡറുടെ പണിക്കാരി അവൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിനക്കറിയാവോ? എന്ത് ജോലിയോ ആവട്ടെ, അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ടല്ലേ അവൾ അപ്ലൈ ചെയ്തത്. എല്ലാ ജോലിയും ഒരുപോലെ. എല്ലാ ജോലിയും ഒരുപോലെ അല്ല. എന്റെ പിള്ളേരെ കണ്ടവന്മാരുടെ ഓഫീസിൽ അറ്റൻഡർ പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. അത്ര ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചു തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്. 10ാം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാരി അപ്ലൈ ചെയ്യാൻ ഒക്കുന്നത്? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പൊ ജീവിക്കണ്ട. ഞാൻ ഉള്ളപ്പോ നടക്കില്ല. വേണ്ട, എന്നും ഞാനിവിടെ ഇങ്ങനെ പോട്ടെ. ഇനി അവസരം വരുമല്ലോ. അവസരം എന്നാണ് നോക്കുന്നേ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത് മറ്റിലാക്കി എടുക്കണോ? നീയാ ഇവിടെ കൂടെ ഇല്ലാതാക്കുന്നത്. പെണ്ണിനെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനോട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവക്ക് എങ്ങനെയെങ്കിലും അവളെ അങ്ങ് പറഞ്ഞു വിട്ടാ മതി. പല തൂപ്പുകാരിയായിട്ടോ അറ്റൻഡർ ആയിട്ടോ ആയിട്ടോ വല്ലവന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടോ എന്തായാലും കുഴപ്പമില്ല.